യഹസ്കേൽ അധ്യായം 48. എന്നാൽ ഗോത്രങ്ങളുടെ പേരുകളാവിത്: വടക്കേ അറ്റം മുതൽ ഹെത്ലോൻ വഴിക്കരികെയുള്ള ഹമാത്ത് വരെ, വടക്കോട്ട് ദമ്മേശെക്കിന്റെ അതിരിങ്കലുള്ള ഹസർ ഏനാനും. ഇങ്ങനെ വടക്ക് ഹമാത്തിന്റെ പാർശ്വത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളായി ദാന്റെ ഓഹരി ഒന്ന്. ദാന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ആശേരിന്റെ ഓഹരി ഒന്ന്. ആശേരിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ നഫ്താലിയുടെ ഓഹരി ഒന്ന്. നഫ്താലിയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ മനശ്ശെയുടെ ഓഹരി ഒന്ന്. മനശ്ശെയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ എഫ്രൈമിന്റെ ഓഹരി ഒന്ന്. എഫ്രൈമിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ രൂബേന്റെ ഓഹരി ഒന്ന്. രൂബേന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ യഹൂദായുടെ ഓഹരി ഒന്ന്. യഹൂദായുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ 25,000 മുഴം വീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികളിൽ ഒന്നിനെ പോലെ നീളവും ഉള്ളത് നിങ്ങൾ അർപ്പിക്കേണ്ടുന്ന വഴിപാടായിരിക്കണം. വിശുദ്ധ മന്ദിരം അതിൻ്റെ നടുവിൽ ആയിരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന വഴിപാട് 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ആയിരിക്കണം. ഈ വിശുദ്ധ വഴിപാട് പുരോഹിതന്മാർക്ക് ഉള്ളതായിരിക്കണം. അത് വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴം വീതിയും കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവും ഉള്ളത് തന്നെ. യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിൻ്റെ നടുവിൽ ആയിരിക്കണം. അത് എൻ്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിൻ്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അങ്ങനെ അത് അവർക്ക് ലേവ്യരുടെ അതിരിങ്കൽ ദേശത്തിൻ്റെ വഴിപാടിൽ നിന്ന് ഒരു വഴിപാടും അതിപരിശുദ്ധവുമായിരിക്കണം. പുരോഹിതന്മാരുടെ അതിരിനൊത്തവണ്ണം ലേവ്യർക്കും 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള ഒരംശം ഉണ്ടായിരിക്കണം. ആകെ 25,000 മുഴം നീളവും 20,000 മുഴം വീതിയും തന്നെ. അവർ അതിൽ ഒട്ടും വിൽക്കരുത്, കൈമാറ്റം ചെയ്യരുത്. ദേശത്തിൻ്റെ ആദ്യ ഫലമായ ഇത് അന്യർക്ക് കൈവശം കൊടുക്കുകയും അരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ. എന്നാൽ 25,000 മുഴം വീതിയിൽ ശേഷിച്ചിരിക്കുന്ന 5,000 മുഴം നഗരത്തിന് വാസസ്ഥലവും വെളിംപ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിൻ്റെ നടുവിലും ആയിരിക്കണം. അതിൻ്റെ അളവാവിത്: വടക്കേ ഭാഗം 4,500 തെക്കേ ഭാഗം 4,500 കിഴക്കേ ഭാഗം 4,500 പടിഞ്ഞാറേ ഭാഗം 4,500 മുഴം. നഗരത്തിനുള്ള വെളിംപ്രദേശമോ വടക്കോട്ട് 250 തെക്കോട്ട് 250 കിഴക്കോട്ട് 250 പടിഞ്ഞാറോട്ട് 250 മുഴം. എന്നാൽ വിശുദ്ധ വഴിപാടിന് ഒത്ത നീളത്തിൽ കിഴക്കോട്ട് 10,000 പടിഞ്ഞാറോട്ട് 10,000 മുഴം. ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാടിന് ഒത്തവണ്ണം തന്നെ ആയിരിക്കണം. അതിൻ്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനം ആയിരിക്കണം. ഇസ്രായേലിൻ്റെ സർവ്വഗോത്രങ്ങളിലും നിന്നുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. വഴിപാടിടം മുഴുവനും 25,000 നീളവും 25,000 വീതിയും ആയിരിക്കണം. നഗര സ്വത്തോടുകൂടെ ഈ വിശുദ്ധ വഴിപാടിടം സമചതുരമായി നിങ്ങൾ അർപ്പിക്കണം. ശേഷിപ്പുള്ളതോ പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടിടത്തിൻ്റെ 25,000 മുഴത്തിനെതിരെ കിഴക്കേ അതിരിങ്കലും പടിഞ്ഞാറ് 25,000 മുഴത്തിനെതിരെ പടിഞ്ഞാറേ അതിരിങ്കലും ഗോത്രങ്ങളുടെ ഓഹരികൾക്കൊത്തവണ്ണം തന്നെ. ഇത് പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടവും വിശുദ്ധ മന്ദിരമായ ആലയവും അതിൻ്റെ നടുവിൽ ആയിരിക്കണം. പ്രഭുവിനുള്ളതിൻ്റെ നടുവിൽ ലേവ്യർക്കുള്ള സ്വത്ത് മുതൽക്കും നഗരസ്വത്ത് മുതൽക്കും യഹൂദായുടെ അതിരിനും ബെന്യാമീൻ്റെ അതിരിനും ഇടയിൽ ഉള്ളത് പ്രഭുവിനുള്ളതായിരിക്കണം. ശേഷമുള്ള ഗോത്രങ്ങൾക്കോ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ബെന്യാമീന് ഓഹരി ഒന്ന്. ബെന്യാമീൻ്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ശിമയോന് ഓഹരി ഒന്ന്. ശിമയോന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇസ്സാഹാരിന് ഓഹരി ഒന്ന്. ഇസ്സാഹാരിൻ്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ
പടിഞ്ഞാറേ ഭാഗം വരെ സെബൂലൂന് ഓഹരി 1. സെബൂലൂന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഗാദിന് ഓഹരി 1. ഗാദിന്റെ അതിരിങ്കൽ തെക്കേ ഭാഗത്ത് അതിർ താമാർ മുതൽ മെരീബത്ത് കാദേശ് വെള്ളം വരെയും മിസ്രയീം തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം. നിങ്ങൾ ചീട്ടിട്ടിട്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കേണ്ടുന്ന ദേശം ഇതുതന്നെ. അവരുടെ ഓഹരികൾ ഇവ തന്നെ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നഗരത്തിൻ്റെ പരിമാണമാവിത്. വടക്കു ഭാഗത്തെ അളവ് 4500 മുഴം. നഗരത്തിൻ്റെ ഗോപുരങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾക്ക് ഒത്തവണ്ണം ആയിരിക്കണം. വടക്കോട്ട് 3 ഗോപുരം. രൂബേൻ്റെ ഗോപുരം 1, യഹൂദായുടെ ഗോപുരം 1, ലേവിയുടെ ഗോപുരം 1. കിഴക്കു ഭാഗത്ത് 4500 മുഴം. ഗോപുരം 3. യോസേഫിൻ്റെ ഗോപുരം 1, ബെന്യാമീൻ്റെ ഗോപുരം 1, ദാൻ്റെ ഗോപുരം 1. തെക്കു ഭാഗത്തെ അളവ് 4500 മുഴം. ഗോപുരം 3. ശിമയോൻ്റെ ഗോപുരം 1, ഇസ്സാഹാരിൻ്റെ ഗോപുരം 1, സെബൂലൂൻ്റെ ഗോപുരം 1. പടിഞ്ഞാറേ ഭാഗത്ത് 4500 മുഴം. ഗോപുരം 3. ഗാദിൻ്റെ ഗോപുരം 1, ആശേരിൻ്റെ ഗോപുരം 1, നഫ്താലിയുടെ ഗോപുരം 1. അതിൻ്റെ ചുറ്റളവ് 18,000 മുഴം. അന്നു മുതൽ നഗരത്തിന് യഹോവ ഷമ്മ, യഹോവ അവിടെ എന്ന് പേരാകും.